നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. 2026 പുതുവർഷത്തിൽ നമുക്ക് നിത്യവും ജപിക്കാൻ യുക്തമായ ഒരു മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. അനവധിയായ മന്ത്രങ്ങൾ ജപിച്ച് പഠിച്ച് പരിശീലിക്കുന്നവരാവും നമ്മളെവരും. മന്ത്രങ്ങളൊക്കെയും തന്നെ മനനാൽ ത്രായതേ യത്ത് മന്ത്ര, യാതൊന്ന് നിരന്തരം അനുസന്ധാനം ചെയ്യുന്നോ അത് ശ്രേയസ്സിനെയും അഭിവൃദ്ധിയെയും നൽകുന്നതാണല്ലോ മന്ത്രങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം തന്നെ. മന്ത്രങ്ങൾ ശ്രേയോദായകങ്ങളായ മന്ത്രങ്ങളുണ്ട്. എല്ലാ മന്ത്രങ്ങളൊന്നും എല്ലാവരും ജപിക്കണത് കൊണ്ട് ശ്രേയസ് ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് യോഗ്യങ്ങളായ മന്ത്രമുണ്ട്. ജപിക്കണമുണ്ട്, ശ്രേയസ് ധരിക്കണ മന്ത്രങ്ങളുണ്ട്. എല്ലാവർക്കും ജപിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങളുണ്ട്. പാടില്ല വെച്ചാൽ എല്ലാവർക്കും പഠിക്കാനൊക്കെ ചിലപ്പോൾ വൈഷമ്യമുള്ളത് കൊണ്ടും ആ മന്ത്രം സംവേദനം ചെയ്യുന്ന ഊർജ്ജതലത്തെ ശരിയായി സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും ആവാം ചില മന്ത്രങ്ങളൊക്കെ ചിലർക്ക് അയോഗ്യം എന്ന് പറയപ്പെടുണ്ടായത്. അങ്ങനെ എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീ വരാഹ മന്ത്രം എന്ന വിശേഷമായിട്ടുള്ള മന്ത്രം. ഈ വർഷം പ്രത്യേകിച്ച് 1-ാം തീയതി മുതൽക്ക് തന്നെ, വർഷാരംഭം മുതൽക്ക് തന്നെ നിങ്ങൾക്കൊക്കെ ജപിച്ചു തുടങ്ങാവുന്ന ഒരു മന്ത്രമാണ് ഇത്. ഇത് വളരെ ശ്രേഷ്ഠമായ വൈഷ്ണവ പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണ്. തീർച്ചയായും ധനധാന്യ ഐശ്വര്യങ്ങൾക്ക്, അതുപോലെ സമ്പത്തും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, വിദേശവാസം ചെയ്യണവര്, ഗ്രഹകൃത്യങ്ങളുമായി ഇടപഴകുന്നവർക്കൊക്കെ ഈ മന്ത്രം ജപിക്കാം. അത്രയും വിശേഷവും ഐശ്വര്യദായകവുമായ ഒരു മന്ത്രമാണ്. പറഞ്ഞല്ലോ, മന്ത്രത്തിന്റെ പേര് തന്നെ ശ്രീ വരാഹ മന്ത്രമാണ്. വരാഹമൂർത്തിയുടെ മന്ത്ര. വരാഹമൂർത്തിയുടെ മന്ത്രമൊന്നും സാധാരണ നമുക്ക് വലിയ പരിചയമുള്ളതല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്ക് വരാഹമൂർത്തിയെ വലിയ പരിചയം. ഒക്കെ ചലച്ചിത്രങ്ങളിലൊക്കെയും തന്നെ വരാഹ സാന്നിധ്യത്തെക്കുറിച്ച് കുറേയേറെ നമ്മൾ കണ്ടു പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വിശേഷമായ മന്ത്രം നിങ്ങളൊക്കെ പഠിക്കണം, ജപിക്കണം. മന്ത്രം പറയാം, വരി ശ്രദ്ധിച്ചോളൂ. താഴെ വരികൾ എഴുതി കാണിക്കും. അത് നോക്കി എഴുതിയെടുക്കേണ്ടവർക്ക് പേപ്പറിൽ കുറിച്ച് വെച്ചും മന്ത്രം പഠിക്കാം. ഇപ്രകാരമാണ് മന്ത്രം വരുന്നത്. ഓം നമോ ഭഗവതേ വരാഹമൂർത്തയേ ഭൂർഭുവസ്വപദയേ ഭൂപതിത്വം മേ ദേഹിം തഥാഭയ സ്വാഹ. ഒന്നുകൂടെ ആവർത്തിക്കാം. ഓം നമോ ഭഗവതേ വരാഹമൂർത്തയേ ഭൂർഭുവസ്വപദയേ ഭൂപതിത്വം മേ ദേഹി തഥാഭയ സ്വാഹ. മന്ത്രത്തിന്റെ അർത്ഥം തന്നെ വരാഹമൂർത്തിയോടുള്ള പ്രാർത്ഥനയാണ്. ഭാഗവത്തിൽ വരാഹാവതാരമൊക്കെ ശ്രവിച്ചവരാവും നമ്മൾ. തൻ്റെ തേറ്റമേല് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരണതായ വരാഹമൂർത്തിയെ ധ്യാനിക്കുകയും ജപിക്കുകയും ചെയ്താൽ സകല കാര്യസിദ്ധിയും അനുഗ്രഹവും വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. അത്രയും വിശേഷ അനുഗ്രഹമൂർത്തിയാണ് വരാഹം എന്നുള്ളതിൽ സംശയഭേദന്യം അറിയണ കാര്യമാണ്. തുളുനാട്ടിലൊക്കെ ചെന്നാൽ വരാഹമൂർത്തിക്ക് വലിയ പ്രാധാന്യമാണ്. ഗരുഡസ്വാരസ്വത ബ്രാഹ്മണർക്കൊക്കെ തന്നെ അനവധി കുലങ്ങൾക്കൊക്കെ ഉപാസനാ ദേവതയും കൂടിയാണ് വരാഹമൂർത്തി എന്നുള്ളതിലും സംശയമില്ല. അനുഗ്രഹദാതാവായ വരാഹമൂർത്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഭൂർഭുവസ്വപദയെ, ഭൂമി ഭുവർ സുവർ ലോകങ്ങളുടെയൊക്കെ പതിയായിട്ടുള്ള വരാഹമൂർത്തി. വരാഹമൂർത്തിയെ സാധാരണ തന്ത്രശാസ്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഭൂമിയുടെ പതിയായിട്ടാണ്. ഭൂമിദേവി പത്നിയായിട്ടിരിക്കുമ്പോൾ തൻ്റെ പതിയായിട്ടിരിക്കുന്ന രക്ഷകനായി, ഭൂരക്ഷകനായി, ഭൂമിയുടെ ഭർത്തൃസ്ഥാനം അലങ്കരിക്കുന്ന ദേവതയായിട്ടാണ് വരാഹമൂർത്തിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭൂമി ഭുവസ്വപതിയായിട്ടുള്ളതായ വരാഹമൂർത്തയെ ഭൂപതിത്വമേ, എനിക്ക് ഭൂമിയും ധനവും സമൃദ്ധിയും ഒക്കെ നൽകിയാലും. പണ്ടൊക്കെ കാർഷികാഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ പൂർവ്വസൂരികളൊക്കെ ജപിച്ചിട്ടുണ്ടാവണ മന്ത്രാവും വരാഹമന്ത്രം എന്നുള്ളതിൽ സംശയമില്ല. ഭൂമിയുടെ അധിപനാവാനും. ഇന്നിപ്പോൾ കാർഷികാഭിവൃദ്ധി എന്നുള്ളത് വ്യാവസായിക അഭിവൃദ്ധിയായിട്ട് ജൽപ്പിക്കാം. ബിസിനസ്സുകാർക്കൊക്കെ നിർബന്ധമായിട്ടും വ്യാപാര വാണിജ്യ അഭിവൃദ്ധിക്ക് ഈ വരാഹമന്ത്രം ജപിക്കുകയുണ്ട്. ഏറെ ശ്രേയസ്സുണ്ട്. അതുകൊണ്ട് 1-ാം തീയതി തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ. ബഹുവിശേഷമാണ് മന്ത്രം. എല്ലാ ദിവസവും ജപിക്കാം. മുടങ്ങാതെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് നമ്മുടെ പൂജാമുറിയിലിരുന്ന്
ഒരു 11 തവണ ഈ മന്ത്രം ജപിക്കുകൊണ്ട് തന്നെ ഏറെ ഐശ്വര്യവും ശ്രേയസ്സും വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും വർഷാരംഭത്തിൽ തന്നെ 1-ാം തീയതി തന്നെ അല്ലേ നല്ലൊരു കൈനീട്ടം, നല്ലൊരു അനുഗ്രഹവും നമ്മൾ പ്രതീക്ഷിക്കുക. അതിന് ഈ മന്ത്രജപം കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഭൂർഭുവസ്വപതിയായ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും എല്ലാവർക്കും സാധിക്കണം. വരാഹമൂർത്തിയുടെ അനുഗ്രഹ ഫലസിദ്ധി എല്ലാവർക്കും ഈ തരുണത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മന്ത്രം സദാ ജപിക്കുക, അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് മറ്റൊരു വിഷയമായി മറ്റൊരു തലത്തിൽ കാണാം. നമസ്കാരം.